ഗോവിന്ദച്ചാമിയുടെ ജയില് ചാട്ടം ആയുധമാക്കുകയാണ് PV അൻവർ. നിലമ്പൂർ തിരഞ്ഞെടുപ്പോടെ അപ്രത്യക്ഷമായി എന്ന് കരുതിയ അൻവർ ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ ജയില് ചാട്ടം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് തെളിയിക്കാൻ നാൾക്കുനാൾ തെളിവ് കൊണ്ടുവരികയാണ്. ഗോവിന്ദച്ചാമി ചാടി എന്ന് പറയുന്ന ജയിലിന്റെ ഫോട്ടോ ജയിൽ മേധാവികൾ പുറത്തുവിട്ടിരുന്നു. അതിനൊപ്പം CCTV ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കള്ളക്കഥയാണെന്നും സർക്കാർ കെട്ടിച്ചമച്ചതാണെന്നും അനാസ്ഥ മറിക്കാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞെത്തുകയാണ് അൻവർ. ഗോവിന്ദച്ചാമി മുറിച്ചെന്ന് പറഞ്ഞ് കാണിച്ച ജയിലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചാണ് അൻവർ പറഞ്ഞു തുടങ്ങിയത്. കമ്പികൾ മുറിച്ച നൂല് ചുറ്റിവെച്ച രീതിയിലുള്ള ആ ഫോട്ടോ കാണിച്ചിട്ട് അൻവർ പറഞ്ഞത് ഇതേതോ കെട്ടിച്ചമച്ച ഫോട്ടോ ആണെന്നും ഇതേതോ പശുത്തൊഴുത്തിൻ്റെതാണെന്നുമാണ്. ഇന്നലെ ഒറ്റക്കൈ ഉപയോഗിച്ച് ഒരാൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കിടക്കാൻ സാധിക്കില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അൻവർ ജയില് ചാട്ട പുനരാവിഷ്കരണം നടത്തിയിരുന്നു. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചിരിക്കാമെന്നും PV അൻവർ ശക്തമായി തന്നെ ആരോപിച്ചിരുന്നു. ജയിലഴിക്ക് സമാനമായ കമ്പികൾ കാണിച്ച് അത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ കമ്പി 100 ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാലും മുറിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് 3 ഡ്രമ്മുകൾ മതിലോട് ചേർത്ത് വെച്ച് ഗോവിന്ദച്ചാമി ഡ്രമ്മുകൾ ഉപയോഗിച്ചാണ് മതിൽ ചാടിക്കടന്നത് എന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ വാദത്തെ ഖണ്ഡിക്കാനായിട്ട് ചാടിയും കാണിച്ചിരുന്നു. അൻവർ ഈ ഫോട്ടോ ഉപയോഗിച്ച് കാണിച്ച ആ വീഡിയോയിലേക്ക് പോകാം. ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കണ്ടു. അതിൽ ഒരു ഇടവഴിക്കിടയിൽ ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നൊരു വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലേ? ആരാണ് ഈ വീഡിയോ കൊടുത്തത്? ഏത് ജയിലധികാരികളാണ്? അത് ഗോവിന്ദച്ചാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത്? വേറെ ഒരു നിഴൽ ജയിലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദച്ചാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ. എന്നിട്ട് നിർത്താതെ പത്രമാധ്യമങ്ങൾ പറയണത് ഇതാ CCTV. ഒരിക്കലും അത് ഗോവിന്ദച്ചാമിയല്ല. പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം. അതിൽ കൊടുത്ത ഫോട്ടോ ആണിത്. ഇത് കണ്ടോ നിങ്ങൾ? നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശുത്തൊഴുത്താ. ഇതൊരു പശുത്തൊഴുത്താ. ഇതാണ് ഗോവിന്ദച്ചാമി മുറിച്ചു പറഞ്ഞ് കാണിച്ചത്. നിങ്ങൾ ആ കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതിനുള്ളിൽ കൂടെ ഒരു മനുഷ്യനും അതിന് അകത്തുകൂടെ ഒരു പോത്ത് കടന്നു വരും. ഇങ്ങനെ ഒരു ജയിലുണ്ടാവുമോ? അതിൽ കെട്ടിയ നൂല് നോക്കുങ്ങൾ. നൂല് കെട്ടി മറിച്ചതിനാണ് ആ നൂല് കെട്ടിയത്. ഇത് നൂലാണോ? ഇത് ഗോവിന്ദച്ചാമി വല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തിയോ സംശയിക്കും. ഈ നൂലൊക്കെ പാടെ അവിടെ വരണമെങ്കിൽ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണിത്. ഇതിൻ്റെ എല്ലാ റോഡുകളും മുറിക്കുന്ന അതിൻ്റെ കൃത്യമായ വീഡിയോ ഇന്നലെ കാണിച്ചാൽ അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക്. അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി. അതിൽ മാധ്യമങ്ങൾ ദയവായി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും കഴിയില്ലല്ലോ. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഡെമോ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല. പക്ഷേ ഞാനിത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മുറിക്കപ്പെടാം. കാരണം നാളെ അതിനൊരു അന്വേഷണം വരും. ഞാൻ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ടേ കാണിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം. നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത്, ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത്, ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത്, നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അതിന് ചെയ്ത പണി എന്താ? ഏതോ ഒരു പശുത്തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ നൂലും കെട്ടിയിട്ട് ഗോവിന്ദച്ചാമി പറഞ്ഞ ഏതോ ഒരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇരുട്ടിൽ ഒരു സാധനം ഇങ്ങനെ എന്താ പറയുക, ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോകുന്ന തലയിൽ കൈവച്ച് ആ ഫോട്ടോ കാണിച്ച് ഇതാ ഗോവിന്ദച്ചാമി അഴിമുറിച്ചു പുറത്ത് കടക്കുന്നു. ദയവായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിലും വലിയ പറ്റിപ്പ് വേറൊന്നുമില്ല. അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ഇങ്ങനെ പോകൂ. ഇത് ചോദിക്കാനും പറയാനും ആരില്ല. ചോദിക്കേണ്ട ആരാ? നമ്മളെ പ്രതിപക്ഷമല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഓ നല്ല സുഖമല്ലേ ജയിലിൽ? എന്തൊരു സുഖം. ആരാ അവിടുത്തെ ജയിൽ വകുപ്പ് മന്ത്രി? പ്രതിപക്ഷം ഒന്ന് ചോദിച്ചോ? നിങ്ങൾക്കറിയാം ജയിൽ വകുപ്പ് മന്ത്രി ആരാന്ന്? എനിക്കെന്നെ അറിയില്ലായിരുന്നു. ഈ ചങ്ങാതി ചാടി പറഞ്ഞപ്പോഴാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷിക്കണം. അത് മുഖ്യമന്ത്രി തന്നെ. തൊഴുത്തിൻ്റെ ഫോട്ടോ കൊടുക്കണതോ അത് മുഖ്യമന്ത്രി തന്നെ. പ്രതിപക്ഷം ഓ നല്ല സുഖം. മനസ്സിലായോ? ഒരു പ്രതിഷേധം
മുഖ്യമന്ത്രിനെ മുഖത്ത് നോക്കിയിട്ട് എന്താ ചങ്ങാതി നടക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ത്രാണിയില്ലാത്തത്? എന്തേ VD സതീശനൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ആവാത്തത്? ആവൂല. ഞാൻ കാര്യം പിന്നെ ഞാൻ പറയും, മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് പൊളിക്കുന്നത്. ആരാ ചോദിക്കാനും പറയാൻ ആളില്ല. ചോദിക്കേണ്ടല്ലോ അവിടെ. ഇവരുടെയൊക്കെ വാല് പിണറായിൻ്റെ അമ്മിൻ്റെ ചോട്ടിലാണ്, മനസ്സിലായോ? അപ്പോൾ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല, പറയാനും കഴിയില്ല. അത് തന്നെയാണ് വസ്തുത. ഒരാൾക്കും ചാടാൻ കഴിയില്ല. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ആ ആക്സോ ബ്ലേഡ് കാണിച്ചില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളൊരു ആക്സോ ബ്ലേഡ് വാങ്ങിയിട്ട് ഒന്ന് മുറിച്ച് നോക്കൂ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇൻഡസ്ട്രി, നിങ്ങളൊന്ന് പോയി നോക്കിപ്പോൾ. അവിടുത്തെ തൊഴിലാളികളോട് നിങ്ങൾ ചോദിക്കൂ. ആകെ 1 മില്ലിമീറ്ററാണ് ഇതിൻ്റെ എന്താ പറയുക ടീത്ത് ഉണ്ടാവുക. അത് അരമണിക്കൂർ ഇങ്ങനെ ആക്കിയാൽ ആ സാധനം പോയി. പിന്നെ അതൊരു ഫ്ലാറ്റ് കമ്പി കഷ്ണം, ഒരു തകിട് മാത്രമാണ്. അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഈ സാധനം മുറിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സംവിധാനം 1000 ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് മുറിക്കാൻ കഴിയില്ല. ഇത് വസ്തുതയല്ലേ? പച്ചക്കള്ളം. എന്നിട്ട് അത് ബോധ്യപ്പെട്ട് നടക്കുക ഇവിടുത്തെ പ്രതിപക്ഷം. അപ്പം ഇതാണ് സ്ഥിതി. കേരളം എന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക പട്ടണമായി മാറി. എന്ത് തോന്നിവാസവും എന്ത് തമ്മാടിത്തവും പിണറായി വിചാരിക്കുന്നത് എന്തുവിടെ നടക്കും? ചോദിക്കാനും പറയാനും ഒരാളില്ല, ചോദിക്കാൻ ശേഷിയില്ല, ഒറ്റ ഒരുത്തനുമില്ല. ചോദിച്ചാൽ അവൻ വിവരം അറിയും. അത് തന്നെ. ആ വിവരം എന്താണെന്നുള്ളത് പിന്നീട്